അങ്ങനെ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ഷാർജയിലുള്ള പിഗ്മി ആനിമൽ പാർക്കിലാണോ. ഇത് നമ്മുടെ കറക്റ്റ് ഷാർജ തന്നെയാണ് സ്ഥിതി ചെയ്യണേ. അതിനുശേഷം ഞാൻ അകത്തേക്ക് കയറി. അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടിക്കറ്റ് റേറ്റുകളാണ് പറയുന്നത്. അഡൾട്ട്സിന് 20 AED, ചിൽഡ്രൻസിന് 15 AED. അങ്ങനെ അതെ നമ്മളെ അകത്തേക്ക് കയറിക്കോന്നും പറഞ്ഞിട്ട് അവിടുത്തെ സെക്യൂരിറ്റി നമ്മളെ ഇൻവൈറ്റ് ചെയ്യാം. സോ അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറ എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ല രസമായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സൂയിലേക്ക് പോണത് തന്നെ. നമ്മളിത് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ബേർഡ് പാർക്കിലേക്ക് നമ്മൾ കയറി. സോ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കുറേ തത്തകള്, പിന്നെ പ്രാവ്, പിന്നെ മക്കാവോസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. നേരെ നോക്കണം മക്കാവോസ്. വാവ്, ഇറ്റ് വാസ് റിയലി ഓസം. ഞാൻ കുബൈബ ഭാഗത്തൊക്കെയും കണ്ടിട്ടുണ്ട്, ബട്ട് അത് നല്ലതായിരുന്നു. പിന്നെ അതെ നമ്മുടെ ഫീമെയിൽ മയിലുകൾ, അതിനെ ഞാൻ അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഫ്ലെമിംഗോസ്. ഇത് നമ്മുടെ റാസൽഖൂർ ആയ ഒരു ഭാഗത്ത് ഒരുപാടുണ്ട് ഫ്ലെമിംഗോ പാർക്ക് എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് എനിക്കിത് കണ്ടിട്ട് വലിയൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ബട്ട് ഈ സൂവിൻ്റെ ഉള്ളിൽ അത് കണ്ടു, ആ ഒരു ഫീല് മാത്രം. അങ്ങനെ എൻ്റെ ക്യാമറയിൽ ഞാനത് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് എന്നെ പേടിപ്പിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മക്കാവോ. ഞാൻ ക്യാമറ കൊണ്ട് എങ്ങോട്ട് പോയാലും അത് എൻ്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞു. മേ ബി അതെന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ മേ ബി അതെന്നെ അറ്റാക്ക് ചെയ്യാനാണോ അതെനിക്ക് അറിയില്ലായിരുന്നു. സോ ഞാൻ ക്യാമറ എടുത്തോണ്ട് വീണ്ടും അപ്പുറത്തേക്ക് പോയപ്പോൾ ഈ മക്കാവ് വീണ്ടും തലയിടിച്ചിടിച്ചിടിച്ച് വീണ്ടും അത് എൻ്റെ അടുത്തേക്ക് വരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വേറെ പാരറ്റ് വന്ന് അതിന് കൈ കൊടുക്കാൻ നേരത്തെ അത് ആ മക്കാവ് അവന് ഇഷ്ടപ്പെട്ടില്ല. മക്കാവ് അതിൻ്റെ അടുത്തേക്ക് നൈസായിട്ട് ചെന്നിട്ട് അതിനെ അങ്ങോട്ട് ഒന്ന് പേടിപ്പിച്ചു. ആ പാരറ്റ് ഒരൊറ്റ പോക്കും പോയി. സോ എനിക്കറിയില്ല മക്കാവന് എന്നെ ഇഷ്ടപ്പെട്ടതാണോ അതല്ലെങ്കിൽ അതിൻ്റെ അറ്റാക്ക് മോഡ് ഓണാക്കിയതാണോ എന്നറിയില്ല. പിന്നെ അതായത് ഞാൻ പുറത്തേക്ക് ഒന്ന് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ ഒരു ബേർഡ് അതെങ്ങനെ പുറത്തേക്ക് വന്നു എന്നുള്ളത് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായില്ല. ഞാൻ പിന്നെ ആ കമ്പിക്ക് ഇനി എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, ആ ഗ്യാപ്പിൽ കൂടെ ഇത് എങ്ങനെ പുറത്തേക്ക് വന്നു എന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്യാൻ വേണ്ടി കുറേ നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. മേ ബി ആരെങ്കിലും ഗേറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുറത്ത് വന്നതായിരിക്കാം. അല്ലാതെ ഇത് പുറത്തേക്ക് വരാൻ യാതൊരുവിധ ചാൻസ് ഇല്ല. പിന്നെ ഞാൻ എൻ്റെ ക്യാമറ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു റാബിറ്റ്. എനിക്ക് റാബിറ്റിൻ്റെ നാട്ടിലുള്ള കാലം മുതലേ ഭയങ്കര ക്രേസായിരുന്നു. ഞാൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് നേരെ അത് എൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നിൽക്കുന്നു നമ്മുടെ പ്യുവർ ബൾക്കി ബുൾ. അതിനുശേഷം ഞാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെമ്മരിയാട്, നല്ല തൂവെള്ള ചെമ്മരിയാട്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ഈ ചെമ്മരിയാടിനെ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നത് തന്നെ. സോ ഇറ്റ് വാസ് ഓസം. അത് കഴിഞ്ഞത് നമ്മുടെ നാട്ടിലെ എമു, പ്യുവർ വൈറ്റ് കളർ. നമ്മുടെ നാട്ടിലെ എമൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ബട്ട് ഇത് പ്യുവർ വൈറ്റ്. നമ്മുടെ നാട്ടിലുള്ള നോർമൽ ആട്, അതും എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സൂല് ഞാൻ കയറിയപ്പോൾ തന്നെ ഇതൊക്കെയും കണ്ടതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് തോന്നണില്ല. പിന്നെ നമ്മുടെ കഴുത, ഇതെനിക്കൊരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞാൻ കഴുതാന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അതിനെ കണ്ടത്. പിന്നെ നമ്മുടെ മുട്ടനാടാണോ മരയാടാണോ അതെനിക്ക് ക്ലിയർ അല്ല, ബട്ട് മേ ബി മരയാട്. പിന്നെ കങ്കാരു, ഇതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് പ്യുവർ വൈറ്റ്, പ്യുവർ റെഡ് കളറിലുള്ള ഐസ്, പേടിപ്പിക്കുന്ന ടൈപ്പിലുള്ള കങ്കാരു. ഇതും നല്ല രസമായിരുന്നത്. ഇത് കുറേ ഞാൻ ഇൻസ്റ്റയിൽ ട്രോൾ വീഡിയോസ് കാണാറുണ്ട് അതിൻ്റെ, ബട്ട് ഗുഡ്. ഇതാണ് കഴുത. ചെറുപ്പം മുതലേ കഴുത എന്നുള്ള കേട്ടു പരിചയമുള്ളൊരു വേടായതുകൊണ്ട് എനിക്കിതിനെ കാണുന്നുണ്ടായിരുന്നു. അത് നന്നായിട്ട് കണ്ടു. പിന്നെ നമ്മുടെ ഡെസേർട്ടിലേക്ക് ഒട്ടകം. ഇത് വലിയ പുതുമയുള്ളൊരു സംഭവമല്ല, കാരണം നമ്മൾ ഏത് ഡെസേർട്ടിൽ പോയാലും ഇതിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തത് കുരങ്ങൻ. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ മൂന്നാർ അതിരപ്പള്ളി ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതിനെ UAE കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്
അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ കൈ കൊടുക്കാൻ നോക്കിയാൽ നമ്മുടെ അടുത്തൊന്ന് എന്താ പറയുക ഡാൻസ് ചെയ്യുക, അവിടേക്ക് ഇവിടേക്കൊക്കെ ഓടിപ്പോവാ. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഞാനും വെറുതെ വിട്ടില്ല, ഞാൻ അതിന്റെ പിന്നാലെ തന്നെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഞാൻ എന്താ ക്യാമറ മേളിലേക്ക് വെക്കും, താഴത്തേക്ക് വെക്കും. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെയും കാണാൻ തന്നെ ഒരു രസം. ലൈക്ക് ആക്ച്വലി എനിക്ക് ഈ സൂല് കുറച്ച് ഇഷ്ടം തോന്നിയതെന്ന് പറയുന്നത് ഈ കുരങ്ങനെയാണ്. പിന്നെ ഞാൻ കുരങ്ങനെ ഒന്ന് കളിപ്പിക്കാന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ എന്നെ അടുത്ത് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത് എൻ്റെ ക്യാമറയുടെ അടുത്തേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് അത് അതിന്റെ കൈ കൊണ്ട് ഒരു ഒറ്റപ്പിടുത്തം പിടിക്കാൻ നോക്കി. സിംഹവാല കുരങ്ങെന്ന് പറയാം. ഇത് കാണാൻ വെറൈറ്റി ആണ്, കുഞ്ഞാണ്. ബട്ട് ഇതിന്റെ കയ്യിലൊരു വൃത്തിയായിട്ട സ്വഭാവമുണ്ട്. ഇതിപ്പോ പെട്ടെന്ന് മരത്തിന്റെ അവിടെ പോയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ കളിപ്പിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്തേക്ക് പേടിപ്പിക്കുന്ന രീതിയിൽ ഫ്ലൈ ചെയ്തു വരും. സോ ഇത് തികച്ചും ഡേഞ്ചറാണ്. ഇപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എൻ്റെ അടുത്തേക്ക് ഫ്ലൈ ചെയ്തു വരുന്നത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത്. അടുത്തത് നമ്മുടെ പ്രാവുകള്, പിന്നെ കോഴികള്. അതും എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് അല്ല, കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത് കുറേ കണ്ടേക്കണത്. സോ ഞാൻ ജസ്റ്റ് ഒന്നത് ഷൂട്ട് ചെയ്തു, ഞാൻ പയ്യെ നടക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ചിൽഡ്രൻസിന് പറ്റിയ ഒരു അഡ്വഞ്ചർ സ്പോട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കും. ബട്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് സൂ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ മൂങ്ങ, വെള്ളി മൂങ്ങ എന്ന് പറയും. രാത്രി മാത്രം കണ്ണു കാണുന്ന വെള്ളി മൂങ്ങ. കാണുമ്പോൾ തന്നെ നമ്മൾക്ക് പേടിയാവും ഇതിന്, കാരണം ഒരു കലിപ്പ് ലുക്കാണ് ഇതിൻ്റെ ഫേസിന് തന്നെ. അടുത്തത് നമ്മുടെ ഡെസേർട്ടിന്റെ മുത്ത്, ഈഗിൾ, പരുന്ത്. ഇതിന്റെ അടുത്തേക്ക് പോണത് കുറച്ച് ഡേഞ്ചർ ആണ്. ഇതെപ്പോഴാണ് റിയാക്ട് ചെയ്യണേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം അടുത്തേക്കൊന്നും പോവാൻ നിന്നില്ല. നമ്മൾ ജസ്റ്റ് ക്യാമറ മേളിൽ കമ്പിയിൽ അവിടെ ഇവിടേക്കും വെച്ചിട്ട് നമ്മൾ അതിന്റെ വീഡിയോ ക്യാപ്ചർ ചെയ്തു. അടുത്തത് ഊൾഫ്. ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഇതിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനെ തൊടരുത്, കൈ അകത്തേക്ക് ഇടരുത്, കേവിന്റെ അകത്തേക്ക് കയറാൻ നോക്കരുത്. കാരണം ഇത് വളരെ ഡേഞ്ചർ. ഒരെണ്ണം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് കളിക്കുന്നുണ്ട്. ബട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക. ഇത് നമ്മുടെ ഹിമാലയൻ ബേർഡ്. ഇത് കാണുമ്പോൾ ചെറുതാ, ബട്ട് ഇതിന്റെ ചിറകം അങ്ങോട്ട് വിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കേവും നിറഞ്ഞ പോലത്തെ ഒരു ഫീലാണ്. സോ ഇത് വളരെ ഡേഞ്ചറാണ്. പറന്നു വന്ന് നമ്മളെ കൊത്താനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ചിറക് വിരിച്ചപ്പോൾ എന്തോരം ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ അടുത്ത് വേറൊരു ബേർഡ് ഉണ്ട്. അത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇതിന് എന്തോരം നീളമുണ്ട്, ഇതിന്റെ ചിറകിന് എന്തോരം സൈസ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നുണ പറയുകയാണെന്ന്. ബട്ട് കാണും, ഇതാണ് ആ ഒരു പക്ഷിയുടെ ചിറകിന്റെ നീളം. അടുത്തത് നമ്മുടെ നാട്ടിലെ കാക്ക. ഇത് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് അല്ല, കാരണം നമ്മുടെ നാട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ കാക്ക ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിത് വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇതും തോന്നിയില്ല. സോ ക്യാഷ് കൊടുത്തത് വേസ്റ്റ് ആയോ എന്നുള്ളൊരു തോട്ട് എനിക്ക് വരാൻ തുടങ്ങിയിട്ട് ചെറിയ രീതിയിൽ തന്നെ. കാരണം ആകെ കണ്ടതിൽ എനിക്ക് ആകെ 3 എണ്ണം 4 എണ്ണം എനിക്ക് അട്രാക്റ്റീവായി തുടങ്ങി കണ്ടത്. ഇത് നമ്മുടെ നാട്ടിലെ വെള്ള കളറുള്ള മൂന്ന്. വീണ്ടും ഞാൻ പരുന്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകും. ബട്ട് പേടിയാ, ഡേഞ്ചർ. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ കിങ് ഫിഷർ പോലെ തോന്നും, പക്ഷെ ഇത് കിങ് ഫിഷർ അല്ല, ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. ഇതിന്റെ പേര് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായി, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. അടുത്തത് നമ്മുടെ റോക്ക് ഹൈറക്സ്. ഇത് എപ്പോഴും മറ്റേ ഇണ ചേർന്നിരിക്കുന്ന രീതിയിലേ അത് ഇരിക്കുള്ളൂ. അതുകൊണ്ട് അത് ആർക്കും വലിയ ഉപദ്രവകാരികളല്ല. ഇതെന്ന് പറഞ്ഞാൽ കങ്കാരുവിന്റെ തന്നെ ഒരു കുഞ്ഞു ബ്രീഡ്. അത് ഡേഞ്ചറാവും. ഇത് നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇതൊരു ഡോഗ് ടൈപ്പിലുള്ള ബ്രീഡാണ്. കങ്കാരു എന്നല്ല പറയാം, ഒരു ഡോഗ് ടൈപ്പിലുള്ള ബ്രീഡ്. ഇതിൻ്റെ തന്നെ വേറൊരു ഡിഫറെന്റ് കാറ്റഗറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ. ഇത് നമ്മുടെ നാട്ടിലെ ഓന്ത്, നിറം മാറുന്ന ഓന്ത്. ഇപ്പൊ ഈ ഓന്ത് ഇലയുടെ അടുത്ത് ഇരിക്കണത് കൊണ്ടാണ് ഇതൊരു പച്ച കളറ്. സോ മണ്ണിൽ ഓടി നടക്കണ ഓന്തും അങ്ങനെ ഒരു 3 ടൈപ്പിലുള്ള ഓന്തിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. നമ്മുടെ നാട്ടിൽ നമ്മൾ ഓന്തുകളെ കണ്ടിട്ട്, ബട്ട് ഇത് സംതിങ് ഡിഫറെന്റ് ആണ്. അത് ഇതിനെന്തോ ഒരു നെയിമൊക്കെ ഉണ്ട്, ബട്ട് ഞാനത് വായിച്ചു നോക്കിയില്ല സത്യം പറഞ്ഞു. ഈ താഴത്ത് കിടക്കണ മണ്ണിക്കോട് ഓടി കിടക്കണ ഒന്നിനും മഞ്ഞ കളറ്,
മരത്തുമുക്കള ഓടി കിടക്കണ പൂന്തിന് പച്ച കളർ, സൈഡിൽ മറ്റേ തൂല ഭാഗത്തിരിക്കണ പൂന്തിന് വെള്ള കളറും. അടുത്തത് നമുക്ക് കാണാൻ പറ്റും തത്ത. നാട്ടില് നമ്മുടെ മരത്തിന്റെ പൊത്തിലൊക്കെ ഉള്ള തത്ത ഇവിടെ പാറി പാറി നടക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അടുത്ത് ബട്ട് ഇതിനകത്ത് അട്രാക്റ്റീവ് എന്ന് പറയുന്നത് റെഡ് കളറിലുള്ള പാരറ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഡോഗ്, പ്രൈറൈ ഡോഗ്സ് എന്ന് പറയുന്ന ഡോഗ്. ഇത് കാണുമ്പോൾ ചെറുതാണ് ബട്ട് ഡേഞ്ചറാണ്. ഇതൊന്ന് കടിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മുറിവുണ്ടാവും. സോ ഇതിൻ്റെ അടുത്ത് അധികം കളിപ്പിക്കാൻ പോണതും കൊഞ്ചാൻ പോണതും കുറച്ച് ഡേഞ്ചറാണ്. അടുത്തത് വീണ്ടും ഞാൻ പാരറ്റിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. ബട്ട് പാരറ്റിനെ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കത് ഒരു രസം. പാരറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രേസാണ്. പിന്നെ അതെ നമ്മുടെ പാമ്പ് പിടുത്തക്കാരൻ കീരി. അടുത്തത് ഇത് എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ഒരു വലിയ പെരിച്ചാഴി പോലെ എനിക്ക് തോന്നി. മേ ബി ഇതിന് എന്തോ നെയിം ഉണ്ട്, പക്ഷെ അതും എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അടുത്തത് നമ്മുടെ വീണ്ടും പ്രാവുകൾ തന്നെ. കുറേ പ്രാവുകളെ ഞാൻ കണ്ടു ഇവിടെ ഇപ്പം തന്നെ, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇത് ആമ. നമ്മുടെ നാട്ടിലെ തോടുകളിൽ ഞാൻ ചെറിയ 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 ആമകളെ കണ്ടിട്ടുണ്ട്, ബട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും വലിയ ആമേനെ ഞാൻ കാണുന്നത്. സോ അതിൻ്റെ അടുത്തേക്കൊക്കെ ഞാൻ ക്യാമറ കൊണ്ടുപോയി. അപ്പം അത് അതിൻ്റെ തോടിൻ്റെ ഉള്ളിലേക്ക് തല കൊണ്ടുപോണത് ഞാൻ അടുത്തുനിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഫസ്റ്റ് ടൈമാണ്. അടുത്തത് നമ്മുടെ മരയാട്. നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ നമ്മൾ ഈ മരയാടുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ബട്ട് UAE ഇതിനെ കാണാന്ന് പറയുന്നത് റെയർ ആൻഡ് റെയറാണ്. അടുത്തത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ മുള്ളംപന്നി. ഞാൻ ക്യാമറ കൊണ്ട് അടുത്ത് ചെന്നപ്പോൾ തന്നെ അത് അതിൻ്റെ മുള്ളു വിടർത്തി, അത് ഇജക്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ പിന്നെ അടുത്തേക്ക് അധികം പോകാൻ നിന്നില്ല. ഞാൻ ഫേസും തിരിച്ചു വെച്ചിട്ട് ക്യാമറ മാത്രം അതിൻ്റെ അടുത്തേക്കോടെ ഫോക്കസ് ചെയ്ത്, കാരണം ഇതിൻ്റെ മുള്ള് എനിക്ക് അടുത്തുനിന്ന് കാണണമെന്ന് എനിക്കൊരു നല്ല ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി, അതുകൊണ്ട് മാത്രം. ബട്ട് ഡേഞ്ചറാണ്. ബട്ട് ഇത് നിങ്ങൾ ആരും അധികം ട്രൈ ചെയ്യാൻ നിൽക്കരുത്, കാരണം ഇത് എപ്പോഴാണ് റിയാക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അടുത്തത് നമ്മുടെ വലിയ മരയാട്, നല്ല നീളം കൊമ്പള്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒരു അലങ്കാരത്തിന് ഇതിൻ്റെ ഷേപ്പിലുള്ള എന്താ പറയുക ഒരു ആൻറ്റിക് ഐറ്റംസ് നമ്മൾ വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ റിയൽ ലൈഫിൽ ഞാൻ കാണുന്നത്. മാൻ കൊമ്പും ആ മാനും കണ്ടപ്പോൾ തന്നെ അതിനകത്ത് തലക്കടിച്ച് പെട്ടിയിലാക്കി കൊണ്ടുവരാൻ തോന്നി. അതിൻ്റെ ആ തലയിലുള്ള ആ ഒരു എന്താ പറയുക കൊമ്പ് ശരിക്കും അട്രാക്റ്റീവ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇറച്ചി കഴിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, കാരണം ഇത് UAE ഇത് കോമണാണ്. നമുക്ക് ഏത് ഷോപ്പിൽ പോയാലും മാൻ്റെ ഇറച്ചി നമുക്ക് കിട്ടും ഈസി ആയിട്ട്.
അടുത്തത് നമ്മുടെ തൂവെള്ള കുതിര. അത് നമ്മുടെ നാട്ടിൽ എവിടെ നമുക്ക് കാണാം, പല ടൈപ്പിലുള്ള കുതിര. സോ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, UAE കണ്ടതുകൊണ്ട് മാത്രം. അടുത്തതാണ് നമ്മുടെ ലാമസ്. ഇത് ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ഒരു ചെമ്മരി ആട്, ഒരു ബിഗ് ഷീപ്പ്, ഡിഫറെൻറ്റ് ബ്രീഡിലുള്ളൊരു ഷീപ്പാണ് കേട്ടോ ഇത്. അടുത്തത് വീണ്ടും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള മാനുകളെ കാണാൻ പോകും. ഈ ലാമസിനെ നമുക്ക് അടുത്തുനിന്ന് കാണാം, അതിൻ്റെ ചെമ്മരി ആട് ഉള്ള ഫേസ്. അടുത്തതാണ് നമ്മുടെ ഒട്ടകപ്പക്ഷി. എല്ലാവരും ഒട്ടകപ്പക്ഷി എന്ന് കേട്ടിട്ടുണ്ടാവും, ബട്ട് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവും. മേ ബി UAE ആൾക്കാർ ഒരുവിധം കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ക്യാമറ തിരിച്ചു കഴിയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു എമറാത്തി പെണ്ണ് ആ മാനുകൾക്ക് ഫുഡ് കൊടുക്കണം, ഇലകൾ. സോ അതും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ കൊച്ചും കൊടുക്കണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒട്ടകപക്ഷിയുടെ അടുത്ത് വീണ്ടും പോയി ഒട്ടകപക്ഷിക്ക് കൊടുക്കുന്നു. മാൻ ആ ഇല തിന്നണത് കാണാൻ നല്ല രസം. മാനായാലും ആ ഒട്ടകപക്ഷി ആയാലും ഇറ്റ് വാസ് റിയലി ഓസം. നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വൺ ടൈമെങ്കിലും നിങ്ങൾ അവിടെ പോകണം. അങ്ങനെ ഞാൻ വീണ്ടും നടന്നു കഴിഞ്ഞപ്പോൾ പട്ടിക്കുട്ടി. ഇതൊന്നും വലിയ ഒരു പുതുമയുള്ള സാധനമല്ല നമ്മൾ മലയാളികൾക്ക് എന്നല്ല, ഇന്ത്യക്കാർക്ക്. പിന്നെ നമ്മുടെ സ്ഥിരമുള്ള പൂച്ച സർ. അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ പാർക്കിൻ്റെ മെയിൻ ഗാർഡൻ ഏരിയയിലേക്ക് ഞാൻ പോയി. അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് കാണാം കുറേ ഡെസേർട്ട് ബൈക്കുകൾ. പിന്നെ ഞാൻ പയ്യെ നടന്നു. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഗിരിരാജ കോഴി, പിന്നെ താറാവുകൾ. സോ ഇതൊന്നല്ല കേട്ടോ എന്നെ അധികം എക്സൈറ്റ് ആക്കിയത് ഈ മേളിലുള്ള പീക്കോക്കാണ്. ഞാൻ കഴിഞ്ഞ ഒരു 6-7 മാസം മുന്നേ ഈ പീക്കോക്കിനെ കാണാൻ മാത്രമായിട്ട് ഞാൻ കറാമേലുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ കുറേ പോയി. ബട്ട് കണ്ടു, പക്ഷെ എനിക്ക് അധികം അതിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ സൂല് അതെനിക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ നാട്ടിലെ നല്ല പശു, നല്ല തൂക്കറുത്ത പശുവുമ്പ. പിന്നെ കറുത്ത കുതിര. നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോകും. ബട്ട് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് മയിലിനടുത്തുനിന്ന് കാണണം, മയിൽപ്പീലി അടുത്തുനിന്ന് എനിക്ക് ഷൂട്ട് ചെയ്യണം. ആ ഒരു ഇതിൽ മയിലിനെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്ത് കുറേ നടന്നു. എന്താ പറയുക, അതിനെ മാനസികമായി ടോർച്ചർ ചെയ്യുക എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അതിന് സമാധാനമായിട്ട് ഇരിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ എൻ്റെ പിന്നാലെ തന്നെ നടന്നു. അങ്ങനെ ഞാൻ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡെസേർട്ട് ബൈക്കിൻ്റെ അടുത്ത് ഒരു മൊയിലും കൂട്ടൻ. വീണ്ടും ഞാൻ പീക്കോക്കിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി.
ഒരു പീക്കോക്ക് കുറച്ച് അട്രാക്റ്റീവാണ്. കാരണം എന്താ പറയുക, തൂവെള്ള, അതിൻ്റെ തലയിൽ മറ്റേ കിരീട പോലത്തെ എന്താ പറയുക ഡിസൈനും, അത് ശരിക്കും പറഞ്ഞാൽ അട്രാക്റ്റീവായിരുന്നു നല്ല രീതിയിൽ തന്നെ. നമ്മൾ നമ്മുടെ കിഡ്സ് സോണിലേക്ക് നമ്മൾ പോയി. കിഡ്സ് സോണിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാം അവിടെ പിള്ളേർ ഊഞ്ഞാലാടുന്നത്, അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളായാലും ടോട്ടലി ഡിഫറെൻറ്റ്. അങ്ങനെ ഞാൻ കുറച്ച് നടന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ ഹോഴ്സ് റൈഡ് നടത്തണം, ഒരു ചെറിയൊരു എമറാത്തി പയ്യൻ. ബട്ട് നമുക്ക് നാട്ടിൽ ഇത് കണ്ടു പരിചയമുള്ളതുകൊണ്ട് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞതേ ഇതാണ് നമ്മുടെ ഹെവൻ. അങ്ങനെ ഞാൻ ഡോറും ഓപ്പൺ ആക്കി അകത്തേക്ക് കയറിയ വഴി തന്നെ ഒരു ലോഡ് കിളികൾ, ബേർഡ്സ് നമ്മുടെ ക്യാമറയ്ക്ക് ചുറ്റും വട്ടിട്ട് പറക്കും. സോ നമ്മളിതിങ്ങനെ ആസ്വദിച്ചതേ തത്തകളൊക്കെ നമ്മൾ അടുത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നത്തെ ഒരു ചെറിയൊരു കാടക്കോഴി, എന്താ പറയുക, ഈ ഒരു സ്ഥലം അടിപൊളിയായിരുന്നു. പിന്നെ അതേ നമ്മുടെ കഴുത്തിൽ കുണുക്കിട്ട പോലത്തെ ഒരു വലിയൊരു തത്ത, പിന്നെ മക്കാവോസ്, പിന്നെ അതേ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ മക്കാവോനെ തോളത്തിട്ട് നിൽക്കണത്. അങ്ങനെ അതേ
പയ്യെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ മക്കാവോനെ എൻ്റെ കയ്യിൽ ഇടണം എന്നുള്ളൊരു ആഗ്രഹം. സോ ഞാൻ എന്ത് ചെയ്തു, പയ്യെ കൈ വെച്ച് നോക്കി. അപ്പോൾ അത് കൈ വെക്കുമ്പോൾ കൊത്ര പോലെ എനിക്ക് തോന്നി, ബട്ട് അതെൻ്റെ കയ്യിൽ വന്നിരുന്നു. ഞാൻ അങ്ങനെ ആ സ്ഥലങ്ങൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തു. മക്കാവോനെ ഇങ്ങനെ അടുത്ത് നിർത്തി ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തു. 1-2 ഫോട്ടോസ് അല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തു.